ചെമ്മനരിയിൽ അമ്മയുടെ സ്പെഷ്യൽ വീണ്ടും ഒരു മത്തങ്ങ എരിശ്ശേരി നോക്കാം. അമ്മയുടെ വീഡിയോ എടുക്കാൻ അമ്മയെ കാണിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ താമസിച്ചാ പോയത്. ചേച്ചി മോനും ഒക്കെ ആദ്യമേ അങ്ങ് ചെന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ ആയിട്ട് വീഡിയോ എടുത്തില്ല. പാചകം മാത്രമേ അവൻ എടുത്തോളൂ കേട്ടോ. എല്ലാവരും ചോദിച്ചായിരുന്നു അമ്മ സംസാരിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന്. ഇനി ഒരു ദിവസം ഞാൻ പോകുമ്പോൾ എടുക്കാമേ. അവിടെ പോകുമ്പോൾ നമ്മൾ രാവിലെ പോകണം. അപ്പം മത്തങ്ങ മാത്രം ഇട്ട് അമ്മ ചെയ്യുന്നത് കേട്ടോ. എങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞാനില്ല പയറും ഒക്കെയോടെ ചേർത്തൊക്കെയാണ് ഞാൻ കഴിച്ചത്. ഇങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം വിറകടുപ്പിൽ തന്നെ അമ്മ ഒരു മൺചട്ടിയിൽ അങ്ങോട്ട് മത്തങ്ങ അരിഞ്ഞ് കറിവേപ്പില ഇട്ട് ശകലം മുളക് പൊടി ഇടുന്നുണ്ട്. എല്ലാം കൈപ്പിടിയാണ് കേട്ടോ. അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. അവര് കുറെ പ്രായമൊക്കെ ഉള്ളവർ പഴയ ആൾക്കാരില്ലയോ, അപ്പൊ അവർക്കത് മതി. അവർക്കത് കൃത്യമായിട്ട് രണ്ടാമത് ഉപ്പ് പോലും ഇടേണ്ടി വരത്തില്ല. അപ്പൊ ഉപ്പും കൂടെ ഇട്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് കണ്ടോ, വീണ്ടും കല്ലിൽ തന്നെ പുള്ളിക്കാരി അരച്ചെടുക്കുന്നത്. ഇതിനൊക്കെ എനിക്ക് നന്നായിട്ട് അരയ്ക്കണം. സത്യം പറയാലോ, എങ്ങനെ ഇത് അരച്ചെടുക്കുന്നത്? നമ്മളൊരു ചമ്മന്തി അരയ്ക്കാൻ പോലും എന്തോരം ബുദ്ധിമുട്ടാ. തേങ്ങ, ജീരകം, ഈ രണ്ട് സാധനങ്ങളാണ് ഇതിനകത്ത് അരയ്ക്കുന്നത്. ഞാൻ ഓരോ പ്രാവശ്യം മിക്ക കറികളും ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, അമ്മ ആദ്യമേ ഫോൺ ചെയ്യും. എന്നിട്ട് ഞാൻ അമ്മയോട് പറയും, അമ്മ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാനിത് ചെയ്യുന്ന കേട്ടോ. അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് അധികം കറികൾ, വെറൈറ്റി കറികളൊന്നും വെക്കാൻ അറിയത്തില്ല. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരയ്ക്കുന്നുണ്ട്. കല്ലിൽ തന്നെ വടുക പോലെ അരച്ചങ്ങോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കര ഒരു ടേസ്റ്റ്. അതിനെന്തോ പറയേണ്ടത്. അപ്പോഴത്തേന് ഈ മത്തങ്ങ നന്നായിട്ട് വെന്ത് നോക്ക്, പായസം പോലെ ആയിട്ടുണ്ട് കേട്ടോ. വെന്ത് ആ തവി വെച്ച് തന്നെയാണ് ഈ മറ്റേ തവിയ, ചിരട്ടത്തവിയ, അത് വെച്ച് നന്നായിട്ട് ഉടച്ച് കൂട്ടി അങ്ങോട്ട് എടുക്കുന്നുണ്ട് അമ്മ. എന്നിട്ട് ഈ അരച്ച് വെക്കുന്ന അരപ്പെല്ലാം കൂടെ ചേർത്ത് ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. കണ്ടോ, നമ്മളൊക്കെ ആണെങ്കിൽ കുക്കറിലിട്ട് രണ്ടടി ഇതാ കിടക്കുന്ന, അപ്പോഴത്തേനും വെന്തു. അതിൻ്റെ രുചിയും വ്യത്യാസമുണ്ട്, ഇതിൻ്റെ രുചിയും വ്യത്യാസമുണ്ട്. അത് അരപ്പെല്ലാം കൂടെ ചേർത്ത് വാങ്ങി വെച്ചിട്ട് അമ്മ തേങ്ങ നന്നായിട്ട് വെച്ച് തേങ്ങാപ്പീര്, ഞാനൊക്കെ ആണെങ്കിൽ കടു വറുത്താ ഇടുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പിന്നെ ആയിരിക്കണം കടു വറക്കുന്നത്. ഞാൻ കണ്ടില്ല കേട്ടോ. ചേച്ചിയുടെ മോനാ വീഡിയോ എടുത്തേക്കുന്നത് കൊണ്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തൊക്കെ അങ്ങോട്ട് പുള്ളിക്കാരി കടു വറുത്ത് എടുത്തിട്ടുണ്ട്. അച്ചൻകോവിൽ ഇവിടെ പോയിട്ട് ഞാൻ അവിടെ ആറ്റിലൊക്കെ പോയായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ അവിടം വരെ പോയി. പക്ഷെ അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. ഞാൻ ഇനി ഒരു ദിവസം അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം തകൃതിയിൽ വെച്ച് റെഡിയാക്കി ഞങ്ങൾക്ക് ചോറും വിളമ്പി തന്നു കഴിഞ്ഞു കേട്ടോ. അപ്പം ഏതാണ്ട് അതിനകത്ത് തന്നെ നമ്മൾ കടുവും മറത്തിട്ടുണ്ട്. തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കടുവും മറത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്തായാലും കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു അടുത്ത വീഡിയോയിൽ വരാമേ.